പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നപ്പോൾ സീറ്റ് ജയിക്കാൻ പറ്റുന്ന സീറ്റ് കെ കരുണാകരൻ കൊണ്ട് കൊടുത്തതാണ്. കെ കരുണാകരനും കെ മുരളീധരനും ഒക്കെ കോൺഗ്രസ് വിട്ട് DAC പോയപ്പോൾ പോലും കോൺഗ്രസിൽ നിന്നു എന്നുള്ള പരിഗണന മാനിച്ചുകൊണ്ട് തന്നെ അവര് BJP-യിലേക്ക് പോയത് ഏറ്റവും വലിയൊരു അബദ്ധമാണ്, ഒരു മണ്ടത്തരമാണ്, പാപ്പരത്തമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കത്തോലിക്ക സമുദായം എന്നും PC ജോർജിനെ എതിർത്തിട്ടേ ഉള്ളൂ. ഇന്നും ആ കത്തോലിക്ക സമുദായം PC ജോർജിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ പത്മജയ്ക്ക് കൂട്ട് PC ജോർജ് എന്ന് പറയാം. കാരണം രണ്ടുപേർക്കും ഇപ്പോൾ ഒരേ അനുഭവമാണ്. പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നപ്പോൾ ഷുവർ സീറ്റ് ജയിക്കാൻ പറ്റുന്ന സീറ്റ് കെ കരുണാകരൻ കൊണ്ട് കൊടുത്തതാണ്. ആദ്യം അവർ മത്സരിക്കുന്നത് മുകുന്ദപുരം പാർലമെന്റ് സീറ്റിലാണ്. ഇന്നിപ്പോൾ മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് മാറി ഇപ്പോൾ ചാലക്കുടി ലോക്സഭാ മണ്ഡലമായി. പക്ഷെ അന്ന് ഒത്തിരി എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് സാക്ഷാൽ ലീഡർ ഇടപെട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രിയപ്പെട്ട മകള് പത്മജ വേണുഗോപാലിന് മുകുന്ദപുരം സീറ്റ് മേടിച്ചു കൊടുക്കുന്നത്. പക്ഷെ പത്മജ ആയതുകൊണ്ട് മാത്രം മുകുന്ദപുരത്ത് പരാജയപ്പെടുകയാണ് ചെയ്തത്. എങ്കിൽ പോലും അവർ വളരെ സജീവമായി കോൺഗ്രസിൽ പ്രവർത്തകയായിട്ട് നിൽക്കുകയും കെ കരുണാകരനും കെ മുരളീധരനും ഒക്കെ കോൺഗ്രസ് വിട്ട് DAC പോയപ്പോൾ പോലും കോൺഗ്രസിൽ നിന്നു എന്നുള്ള പരിഗണന മാനിച്ചുകൊണ്ട് തന്നെ എക്കാലത്തെയും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ തൃശ്ശൂർ പിന്നെ പത്മജ വേണുഗോപാൽ കൊടുക്കുന്നതാണ് നാൾ കണ്ടത്. കോൺഗ്രസ് എതിർത്തിടപെട്ട് പത്മജ വേണുഗോപാലിന് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം താളത്തിൽ വെച്ച് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ പത്മജ അവിടെ മത്സരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും അവരവരെ പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ ഈ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ അവർ നിസ്സാര വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെടുന്നത്. എങ്കിൽ പോലും അവര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് BJP-യിൽ പോകാതെ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ കുറി അവർക്ക് തന്നെ സീറ്റും കിട്ടിയാന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവർ തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്തേനെ. ഇനി അവർക്ക് തൃശ്ശൂർ വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും സീറ്റ് പോലും കോൺഗ്രസ് നേതൃത്വം അവർക്ക് ഇടപെട്ട് കൊടുക്കുക തന്നെ ചെയ്തേനെ. അവര് BJP-യിലേക്ക് പോയത് ഏറ്റവും വലിയൊരു അബദ്ധമാണ്, ഒരു മണ്ടത്തരമാണ്, പാപ്പരത്തമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കെ മുരളീധരനും കെ കരുണാകരനും ഒക്കെ കോൺഗ്രസ് വിട്ട് DAC പോയപ്പോൾ അതിന്റെ തിക്തഫലം അനുഭവിച്ചറിഞ്ഞിട്ട് അവർ തിരിച്ച് കോൺഗ്രസിൽ എത്തിയവരാണ്. കാരണം കരുണാകരൻ മരിക്കുന്ന അവസാനത്തെ കാലത്ത് പോലും കോൺഗ്രസ് പതാക പൊതിച്ചാണ് അദ്ദേഹം അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയത് തീർച്ചയായിട്ടും ലീഡറോട് കാണിച്ച ഒരു നിന്ദയായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് BJP-യിൽ ഒരു ക്ലച്ചില്ലാതെ പോയത്. അതുപോലെ തന്നെയാണ് PC ജോർജ് LDF-ന്റെ ലീഡർഷിപ്പിൽ നിന്നപ്പോഴും LDF മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നപ്പോഴും അതുപോലെ UDF മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിന് ഒരു വലിയ വിജയം പൂഞ്ഞാറിലുണ്ടായിരുന്നു. കാരണം കെ മാണിക്ക് സാറിന്റെ പ്രതാപകാലത്ത് കത്തോലിക്ക സഭയും UDF നേതൃത്വമൊക്കെ ഒന്നിച്ച് PC ജോർജിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് PC ജോർജിന് പൂഞ്ഞാറ്റിൽ ജയിക്കാൻ സാധിച്ചതാണ്. PJ ജോസഫ് തൊടുപുഴയിൽ പരാജയപ്പെട്ടപ്പോലും PC ജോർജിന്റെ വലിയ നേതാവായിരുന്നു അന്നത്തെ കാലത്ത് PJ ജോസഫ് തൊടുപുഴയിൽ പരാജയപ്പെട്ട സമയത്ത് പോലും PC ജോർജ് പൂഞ്ഞാറ്റിൽ ജയിച്ചതാണ്. PC ജോർജ് വിജയിക്കാൻ കാരണമായത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പിന്തുണ കൊണ്ട് തന്നെയാണ്. കത്തോലിക്ക സമുദായം എന്നും PC ജോർജിനെ എതിർത്തിട്ടേ ഉള്ളൂ. ഇന്നും ആ കത്തോലിക്ക സമുദായം PC ജോർജിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അന്ന് PC ജോർജിന് താങ്ങും തണലുമായിട്ട് നിന്ന മുസ്ലിം സമുദായമായിരുന്നു. അവരുടെ വോട്ടുകളും പിന്നെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും LDF മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വോട്ടുകളും എല്ലാം ചേർന്നാണ് PC ജോർജ് പൂഞ്ഞാറ്റിൽ ജയിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം LDF വിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ലയിച്ചുകൊണ്ട് UDF-ന്റെ ഭാഗമായിട്ട് PC ജോർജ് മത്സരിച്ചപ്പോഴും അദ്ദേഹം അവിടെ വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് എങ്ങനെയോ ഒരു ഒറ്റബുദ്ധി ഉണ്ടായി അദ്ദേഹം BJP-യിലേക്ക് പോകുന്നതാണ് കണ്ടത്. അദ്ദേഹം അവിടെ വിജയിച്ചത് അപ്പം സ്വന്തം കൂടെ നിന്ന മുസ്ലിം സമുദായത്തെയും മുസ്ലിം അംഗങ്ങളെയൊക്കെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. അതിന്റെ തിക്തായ ഫലമാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വിശ്വസിച്ച ക്രിസ്ത്യൻ സമുദായം ഒന്നും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പിന്തുണയൊന്നും കൊടുക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഫ്രാങ്കോ ബിഷപ്പിന് എതിരെ ആരോപണം ഉണ്ടായപ്പോഴും ഫ്രാങ്കോ ബിഷപ്പിനെ വീട്ടിൽ സ്വീകരിച്ചിരുത്തുകയും അദ്ദേഹത്തെ ജയിലിൽ പോയി കാണാനുള്ള താല്പര്യം എടുക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുത്ത ആളാണ് PC ജോർജ്. എന്നിട്ട് പോലും PC ജോർജിനെ പിന്തുണയ്ക്കാൻ കത്തോലിക്ക സമുദായം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എക്കാലത്തും PC ജോർജിനെ സ്നേഹിച്ച തങ്ങളെ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങളും ഇന്ന് ശത്രുക്കളായി PC ജോർജിന് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ഈ മുസ്ലിം വിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് PC ജോർജ് പിന്നീട് BJP-യിലേക്ക് പോകാൻ കാരണം. PC ജോർജിന്റെ സ്വന്തം ക്രിസ്ത്യൻ വോട്ടുകൾ, അതായത് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളെയും ഹൈന്ദവ വോട്ടുകളും ഒന്നിച്ച് നിർത്താമെന്നും ഒപ്പം തന്നെ സ്വന്തം ഫാൻസിന്റെ വോട്ടുകളും BJP വോട്ടുകളും എല്ലാം ചേരുമ്പോൾ തനിക്ക് അവിടെ വിജയിക്കാമെന്നൊക്കെയാണ് PC ജോർജ് കരുതിയത്. ഇത് വലിയൊരു അബദ്ധധാരണയായി പോയി. ഇത് തന്നെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ ഭാവിയും ഇരുളടഞ്ഞു. മകൻ പാലായി പോയി 3ാം സ്ഥാനത്തായി BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പം BJP-യിലേക്ക് പോയ PC ജോർജിന്റെ ഭാവി ഇരുളടഞ്ഞിരിക്കുകയാണ്. എന്തായാലും പത്മജയുടെയും PC ജോർജിന്റെയും ഭാവി ഇനി മെച്ചപ്പെടുമെന്ന് തോന്നുന്നില്ല.
പത്മജ ഇനി കോൺഗ്രസിലേക്ക് ഇപ്പം മുരളീധരൻ ഇപ്പം മന്ത്രിയായി UDF മന്ത്രിസഭയിലുണ്ട്, വളരെ സജീവമായിട്ടുണ്ട്. അപ്പം ആംഗലയുടെയൊക്കെ എന്തായാലും കാരണത്താൽ ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന് ഏതെങ്കിലും സ്ഥാനത്ത് എത്തപ്പെടാൻ മേലാഴികയില്ല. PC ജോർജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPയിലൂടെ ഇനി ഒരു വളർച്ച ഉണ്ടാവും തോന്നുന്നില്ല. പകരം മോനെയെങ്കിലും വളർത്തിയെടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചാൽ നന്നായിരിക്കും. എന്തായാലും ഇപ്പം സംഭവിച്ചിരിക്കുന്ന BJPയിലേക്ക് പോയ രണ്ട് നേതാക്കന്മാർ, അതായത് PC ജോർജും പത്മജയും, രണ്ടുപേർക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് നിൽക്കുന്ന പാർട്ടി വിട്ട് BJPയിലേക്ക് പോയി എന്നുള്ളത്. കൂടെയുള്ളവരെ എക്കാലം അവരുടെ കൂടെയുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് BJPയിലേക്ക് പോയത് അവർക്കൊരു വലിയ നഷ്ടമായി തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, പത്മജയ്ക്ക് ഇപ്പം കൂട്ട് ശരിക്കും പറഞ്ഞാൽ PC ജോർജ് തന്നെയാണ്.